എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നമസ്കാരം. ഇന്നലെ വൈകുന്നേരം മാധ്യമത്തിന്റെ ഓൺലൈൻ എഡിഷനിലും മീഡിയ വണ്ണിലും ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു. എന്നാടാ പ്രശ്നം? ആ വാർത്ത ഇങ്ങനെയാണ്: വിദ്വേഷ പ്രചാരണം, എക്സ് മുസ്ലിം നേതാവ് ആരിഫ് ഹുസൈനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. സാറുമായിട്ട് ഒരു കേസിന്റെ ഡിസ്കഷൻ വന്നതാ. ഞാൻ വന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞാൻ ടോയ്ലറ്റിലായിരുന്നു. വെളിയിൽ കിടക്കുന്ന ആറ്. അതെ, എന്റെ കാർ. എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന സ്ഥാപനത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തിയെന്ന പരാതിയിലാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ. നേരത്തെ സ്ഥാപനാധികാരികൾ പന്തീരങ്കാവ് പോലീസിന് പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് സ്ഥാപനം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ആരിഫ് ഹുസൈനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. എപ്പം നോക്കിയാലും പ്രഭേന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈൻ തെരുവോത്തെ സ്വയം വിശേഷിപ്പിക്കുന്നത് എക്സ് ജിഹാദി എന്നാണ്. ഇസ്ലാമിക തീവ്ര നിലപാടുകൾ എടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു താനെന്നും പിന്നീട് താൻ ഖുറാൻ പൂർണ്ണമായും വായിച്ചപ്പോഴാണ് തെറ്റ് ബോധ്യപ്പെട്ടതെന്നും പറഞ്ഞ് നിന്റെ പണി ഇതാണോടാ? ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തിയായിരിക്കും ആരിഫ് ഹുസൈൻ. കേരളത്തിലെ മുസ്ലിം വിരുദ്ധരുടെ കൺകണ്ട ദൈവമായി ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി മാറിയത് അങ്ങനെയാവാം. ഇന്ന് ഈ വിവരം ഞാൻ ദാമോദർജിയെ അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അദ്ദേഹം ഒരു അന്യമതസ്ഥനല്ലാത്തതിനാൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ ആരിഫിനെതിരെ നിയമപരമായി കേസെടുക്കാൻ സാധ്യമല്ല. ആരിഫ് ഇസ്ലാം മതം ഉപേക്ഷിച്ചെങ്കിലും മറ്റൊരു മതവും സ്വീകരിക്കാത്തതുകൊണ്ടും മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാത്തതുകൊണ്ടും ഇസ്ലാം മതത്തെക്കുറിച്ച് ആരിഫ് പറയുന്നത് ഒന്നും നിയമവിരുദ്ധമല്ല. പക്ഷെ ആരിഫിനെതിരെ ഒരു എഫ്ഐആർ ഇട്ടത് വലിയ ആഘോഷമാക്കുകയാണ് ആരിഫ് വിരുദ്ധരും തീവ്ര ഇസ്ലാമിക ഹാൻഡിലുകളും. പാമ്പുകൾക്കാണ് മോനെ നീ പാല് കൊടുക്കുന്നത്. ആരിഫ് പക്ഷെ ഇതിനെ ഒരു അവസരമായി എടുക്കുന്നു. ഇന്നലെ മുതൽ തുടർച്ചയായി ആരിഫ് ഈ വിഷയം കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. എന്തായാലും ഈ മുന്നറിയിപ്പ് നടത്തുന്നതിന് എതിരെ കേസിന് പോകാൻ അവർ തീരുമാനിച്ച സ്ഥിതിക്ക് അവർക്കെതിരെ കൃത്യമായ പരാതിയായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇനി പോകുന്നത്. അതിനുള്ള തെളിവാണ് ഈ ചിത്രത്തിലുള്ള വൈറ്റ് കോളർ ജിഹാദി ഡോക്ടറും മൂപ്പരുടെ പ്രസംഗവും. ഇങ്ങനെയിട്ട പോസ്റ്റാണ് വിവാദമായത്. നേരത്തെ കണ്ടിട്ടുണ്ടോ? അവനെയൊക്കെ വലിയമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല, ആളെ കണ്ടാൽ അറിയില്ലേ, കാണിച്ചു തരാന്ന് പറഞ്ഞ അറിയാം. നേരത്തെ മുട്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ പപ്പേട്ടന്റെ ആൾക്കാരാ. നമസ്കാരം. പുതിയൊരു ട്രോഫി കൂടി കിട്ടിയെന്ന് കേട്ടു. അതെ, എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എത്രാമത്തെ ട്രോഫിയായി കേസ് എന്ന നിലയിൽ? മുന്നേക്കെ എണ്ണം പിടിക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞ എണ്ണം തെറ്റി. ഇതോ അംഗം. ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ? ഇതിൽ പറയുന്ന ആളുകൾ അവരെ പിടിച്ചുകൊണ്ടുവന്ന് എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ അബ്ദുള്ള അബ്ബാസിനെ പോലെയുള്ള ആളുകൾ. ഈ മറ കെട്ടി ക്ലാസ് എടുത്തതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ശരി, ഉദ്ദേശിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇവരിങ്ങനെ പോയി സ്ഥിതിക്കുന്ന പിന്നെ അതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അത് ഓൾറെഡി നമ്മൾ അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. നമ്മള് DGPക്കും അതുപോലെ ഇന്റലിജൻസിനും NIA-ക്കൊക്കെ ഫോർവേഡ് ചെയ്യാം. അപ്പൊ അതിന്റെ അന്വേഷണം ഇനി അവർ നേരിടേണ്ടി വരും. ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. പോരെ? അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.